നമസ്കാരം. അപ്രതീക്ഷിതമായിട്ട് ഞാൻ പറയരുത് ഈ പിന്നെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കടയെന്നായിരുന്നല്ലോ, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കി ഇന്ത്യയിലെ ഒരേ ഒരു MP ടി എൻ പ്രതാപനാണ്. ആ കട നമുക്കൊരു റൊട്ടി കഴിക്കാം. ഇത് കഴിച്ചായിരുന്നോ? ഈ പരിപാടി അറിഞ്ഞായിരുന്നോ? ഈ പരിപാടി ഞാൻ സോഷ്യൽ മീഡിയയിലും കണ്ടതേ ഉള്ളൂ. തുടക്കത്തിൽ 2 രൂപ അങ്ങോട്ട് ഏർപ്പാടാക്കാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ അത് സൗജന്യമായി. അപ്പൊ ഞങ്ങൾ ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ട് ടി എൻ പ്രതാപന്, റൊട്ടിക്ക് സ്നേഹം, ഇവിടെ റൊട്ടി സ്നേഹം. അതാണ് ടി എൻ പ്രതാപന്റെ ടാഗ് ലൈൻ. എങ്ങനെയുണ്ട് മൊത്തത്തിൽ കോൺഫിഡൻസ്? ഗംഭീരാണ്. ഈ പ്രതാപേട്ടന് ഞങ്ങള് 2006-ലും 2011-ലും ഒക്കെ MLA ആയിട്ട് നിയമസഭയിൽ പോയപ്പോൾ ഒരുമിച്ചുള്ളവരാണ്. പലപ്പോഴും ഈ പ്രതാപേട്ടൻ്റെ മോഡൽ മറ്റുള്ളവരെ പ്രയാസപ്പെടുന്നതാണ്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നതിന് മാന്ത്രികമായ കഴിവുള്ള ഒരാളാണ്. അത് അദ്ദേഹത്തിന്റെ ഒരു ലൈഫിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത്തരം ഒരു സാഹചര്യങ്ങളിൽ കൂടിയൊക്കെ വന്ന ഒരാളാണ്. അപ്പൊ അതുപോലുള്ള ഇത്തരം നവീനമായ ആശയങ്ങൾ അദ്ദേഹം ജനപ്രതിനിധിയായിരുന്നപ്പോൾ MLA ആയിരുന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴും നോക്കൂ, രാജ്യം ചർച്ച ചെയ്യുന്ന ഒരു വിഷയത്തെ പ്രതാപേട്ടൻ എങ്ങനെയാണ് പ്രായോഗികവൽക്കരിച്ചത് ലളിതമായിട്ട്. അപ്പൊ അതുകൊണ്ട് പ്രതാപേട്ടന് ഒരു പ്രയാസവും ഇല്ല. ചോദിക്കുന്നത് ശരിയല്ലെന്ന് അറിയാം, ശരിയല്ലാത്ത ചോദിക്കലാണല്ലോ നമ്മുടെ പരിപാടി. അപ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ടി എൻ പ്രതാപന്റെ പേരിനോടൊപ്പം VTയുടെ പേരും കൂടി കേൾക്കുന്നുണ്ട്. അങ്ങനെ വല്ലതും കേൾക്കുന്നുണ്ടോ? അങ്ങ് കോൺഗ്രസിന്റെ സ്ക്രീനിങ് കമ്മിറ്റി യോഗം നാളെ ചേരുകയാണ്. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ രണ്ടും പാർട്ടിയിൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ ഉണ്ടായിരുന്ന ഇപ്പോഴും ഉള്ള ആളുകളാണ്. അതുകൊണ്ട് പാർട്ടിയുടെ സ്ക്രീനിങ് കമ്മിറ്റി കഴിഞ്ഞിട്ട് എന്നാലും ആശങ്കപ്പെടേണ്ടതില്ല. തൃശ്ശൂരിലെ ജനങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇത് കണ്ടുകൊണ്ടിരിക്കുക ലൈവായിട്ട്. ടി എൻ പ്രതാപനും തൃശ്ശൂരിനും സന്തോഷം ഉണ്ടാകുന്ന തീരുമാനങ്ങളെ കോൺഗ്രസ് എടുക്കത്തുള്ളൂ. അതാണ്, അത്രേ ഉള്ളൂ. വളരെ കൃത്യമായ ഉത്തരവാണ്. പണ്ട് ഇതേപോലെ ഒരു ഉത്തരം പറഞ്ഞാരറിയോ? ഡിക്കിന്റെ സമയത്ത് K കരുണാകരൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓർമ്മയുണ്ടോ? മറ്റേ ടെലിവിഷൻ കണ്ടാൽ മതി, നിങ്ങൾ ടെലിവിഷൻ കാണുന്നവരല്ലേ എന്ന് പറഞ്ഞു. വളരെ എറണാകുളം ബൈ-ഇലക്ഷനിൽ പന്തിന്റെ വീതം ഒടുവിൽ പന്തിൻ പോയി അങ്ങോട്ട്. അപ്പോൾ അതായത് കൃത്യമായ മെസ്സേജ് ഉണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം ഉറപ്പിച്ചു. അത് പക്ഷേ ഔദ്യോഗികമായി പറയാൻ സമയമുണ്ട്. 2 ചോദ്യം. VS സുനിൽകുമാറാണ് തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. മത്സരം VS സുനിൽകുമാറും തന്റെ സുഹൃത്തും തമ്മിലാണ് എന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മത്സരം സുരേഷ് ഗോപിയുമായിട്ടല്ല, NDAയുമായിട്ടല്ല എന്നതാണ് ഇവിടുത്തെ പൊളിറ്റിക്കലായിട്ടുള്ള. എന്നാൽ രാഷ്ട്രീയമായ മത്സരം അവർ തമ്മിലാണ്. എങ്ങനെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി പ്രധാനമന്ത്രി, മന്ത്രിപദം ഒക്കെ വാഗ്ദാനങ്ങളുണ്ട്. ആ വാഗ്ദാനങ്ങളുടെ നടുവിൽ ടി എൻ പ്രതാപനാണെങ്കിലും VS സുനിൽകുമാറാണെങ്കിലും മത്സരിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ രണ്ടുപേരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ കേന്ദ്രത്തിൽ. തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചിത്രം, തെരഞ്ഞെടുപ്പ് ചിത്രം ഇവിടെ നിന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ മത്സരം UDFും LDFും തമ്മിലാണ്. LDFന് 2ാം സ്ഥാനത്ത് വരാനുള്ള സാഹചര്യങ്ങൾ തൃശ്ശൂരിലുണ്ട്. അടുത്ത മത്സരമായിരിക്കും. അതെ, മത്സരം കൊടുക്കും. അല്ല, UDFന് അനായാസം വിജയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതെ, ടി എൻ പ്രതാപനും VS സുനിൽകുമാറും രംഗത്തിറങ്ങിയതോടുകൂടി ചിത്രം മാറി. ഞാൻ UDFും LDFും തമ്മിലാണ് മത്സരം. UDFന് ജയിക്കാൻ കഴിയുന്ന എല്ലാ സാഹചര്യവുമുണ്ട്. രാഷ്ട്രീയ സാഹചര്യം അനുകൂലമാണ്, സാമൂഹ്യ സാഹചര്യം അനുകൂലമാണ് എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ പൊതു രാഷ്ട്രീയത്തെ മനസ്സിലാക്കി വോട്ട് ചെയ്യുന്നവരാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. ആ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ അവർ വോട്ട് ചെയ്യും. എത്ര നാൾ വിഷ്ണു ഇവിടെ ക്യാമ്പയിൻ ചെയ്യും ടി എൻ പ്രതാപന് വേണ്ടി? അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇടയ്ക്കിടയ്ക്ക് വരും.